ആനത്താവളത്തിലേക്കാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര. അംബോസലി നാഷണൽ പാർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആനകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലം. എന്നാൽ ആന മാത്രമല്ല, ഇത് ആദ്യമായിട്ട് കാണുന്നൊരു കുറുക്കനായിരുന്നു. പിന്നെ ഹൈന വാട്ടർ ബക്ക് എന്ന മാനിനെ പിടിക്കാൻ പോണതും സിംഹക്കുട്ടികളും അങ്ങനെ കുറേ കാഴ്ചകളും കണ്ട് നാഷണൽ പാർക്കിനകത്ത് തന്നെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് അങ്ങനെ നന്നായി എൻജോയ് ചെയ്തൊരു ട്രിപ്പാണിത്. ഇവിടെ പിന്നെ മൃഗങ്ങൾ മാത്രമല്ല, വാട്ടർ ബേർഡ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫ്ലെമിംഗോസും പെലിക്കണും അങ്ങനെ ഡിഫറൻ്റ് ആയ കുറേ കാഴ്ചകളാണ് ഈ അംബോസലി എപ്പിസോഡിൽ. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. നമുക്ക് ഒരുമിച്ചൊന്ന് കെനിയയിലെ അംബോസലിയിലേക്ക് പോയിട്ട് വരാം. നമ്മൾ നൈറോബിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂറോളം വണ്ടിയിൽ ഇരുന്നാണ് അംബോസലിയിൽ എത്തിയത്. നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടിയൊക്കെ എയർപോർട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അംബോസലിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന കിളിമ സഫാരി ക്യാമ്പ് എന്ന റിസോർട്ടിലെത്തി. ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടെന്റിലേക്ക് പോവാണ്. സംഭവം ടെന്റ് ആണെങ്കിലും 4 സ്റ്റാർ ഫെസിലിറ്റീസ് ഒക്കെ ആണ് എന്നാണ് ഇവർ പറയുന്നത്. നല്ല വലിയ സ്പീഷീസ് ആയിട്ടുള്ള ഒരു ഡീസന്റ് ആയ റൂമാണിത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഏരിയ. ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നാളെ രാവിലത്തെ സഫാരി മുതലാണ് നമ്മുടെ അംബോസലി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 5:30 റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുമ്പിൽ എന്തോ ഒരു ജീവി. നോക്കിയപ്പോൾ ബുഷ് ബേബി ആണ്. നമ്മുടെ കുട്ടി തേവാങ് എന്ന സ്ലെൻഡർ ലോറിസിന്റെ കുടുംബക്കാരനാണ് കുരങ്ങ് വിഭാഗത്തിലെ ഈ ഗലാഗോ എന്ന ബുഷ് ബേബി. രാത്രി മാത്രമാണ് ഇവൻ പുറത്തിറങ്ങുള്ളൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ബുഷ് ബേബിയൊക്കെ ക്യാമറയിലാക്കി നമ്മൾ സഫാരി തുടങ്ങി. ജനുവരി എൻഡിലായിരുന്നു കേട്ടോ നമ്മുടെ ഈ യാത്ര. ഓൾമോസ്റ്റ് മിക്ക സ്ഥലവും ഇവിടെ ഡ്രൈ ആണ്. ഏപ്രിലാണത്ര ഇവിടെ മഴക്കാലം. എന്നാൽ എല്ലാ സ്ഥലങ്ങളും ഡ്രൈയും അല്ല. ഒരു പച്ച പുൽമേട്ടിൽ ആന പുല്ല് നിന്ന് നിൽക്കുന്നു. പക്ഷേ ഇതിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിൽ നമുക്ക് ചെറുതായിട്ട് കിളിമഞ്ചാരോ മല കാണാം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് കിളിമഞ്ചാരോ. നല്ല ദൂരത്തായതുകൊണ്ടും അതുപോലെ സ്കൈ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടും നമുക്ക് ആ മലയെ ശരിക്കും അങ്ങ് കാണാനില്ല. ഈ അംബോസലിയിൽ ആനകളുടെ എണ്ണം മാത്രമല്ല, ഇവരുടെ ശരീര വലുപ്പവും ഇവിടെ കൂടുതലാണ്. അതുപോലെ കൊമ്പിനും നല്ല വലുപ്പം വെക്കാറുണ്ട്. ഇത് തന്നെ കണ്ടോ, കൊമ്പ് അത്ര ആയിട്ടില്ലെങ്കിലും ആ ആനയുടെ സൈസ് നോക്ക്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടെങ്കിലും മേഘങ്ങളുള്ളതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. എന്തായാലും ആന അവിടെ വിട്ട് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ദൂരെ ഒരു സിംഹവും കുട്ടികളും കിടക്കുന്നത് കണ്ടുപിടിച്ചു. ലയൺ കബ്സ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചപ്പുറത്ത് ഹൈനകളും നടക്കുന്നുണ്ട്. ഒരമ്മ സിംഹവും 4 മക്കളുമാണ് അവിടെ റെസ്റ്റ് എടുക്കുന്നത്. അതിലൊരു സിംഹക്കുട്ടി ഹൈനകളെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു സൂക്ഷിച്ച് നോക്കുക. ഹൈനകൾക്കാണെങ്കിൽ ഒന്ന് പോയി മുട്ടി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ സിംഹം ആയതുകൊണ്ട് അത്ര ധൈര്യവും ഇല്ല. പക്ഷെ 4 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ആ അമ്മ സിംഹത്തിന് കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 ഹൈനകളൊക്കെ ചുറ്റും ഓരോ സൈഡിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ എല്ലാ കുട്ടികളെ അമ്മയ്ക്ക് ഒരേപോലെ സംരക്ഷിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം ഹൈന അത്ര റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല, നടന്നു പോവാണ്. ചിലപ്പോൾ ആ പെൺസിംഹം അത്ര ധൈര്യശാലിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനോട് മുട്ടാനുള്ള ധൈര്യം ഹൈനയ്ക്ക് ഉണ്ടാവില്ല. ആ സിംഹം അവിടെ കിടക്കുന്നതിൻ്റെ ബാക്കിൽ കുറേ വീൽ ബീസ്റ്റുകളെയും കാണാം. ഒരു 100-100 എണ്ണമെങ്കിലുള്ള വലിയ കൂട്ടമാണത്. ഇവിടെ ഇവർ കുറേ ഉണ്ടെങ്കിലും ഗ്രേറ്റ് മൈഗ്രേഷനും അംബോസലിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഈ കുതിരമാരുകളൊക്കെ വർഷത്തിൽ മൊത്തം ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. മസായിമാരയിലും ചരങ്കട്ടിയിലുമാണ് ഇവർ കൂട്ടമായിട്ട് ഓരോ സ്ഥലത്തേക്കും മൈഗ്രേറ്റ് ചെയ്യാറുള്ളത്. സിംഹക്കുട്ടികൾ അവിടെ വെള്ളം കുടിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചപ്പുറത്ത് നേരത്തെ കണ്ട ഹൈനകൾ ഒരു വാട്ടർ ബക്കിനെ ലക്ഷ്യം വെച്ച് പോണ കണ്ടോ. പാലൊക്കെ പൊക്കി അറ്റാക്ക് ചെയ്യാനുള്ള മൂഡിലാണ് ഹൈനകൾ. പക്ഷെ അറ്റാക്ക് തിരിച്ചാണ് ഉണ്ടായതെന്ന് മാത്രം. ഇതൊരു കഴിവില്ലാത്ത ഹൈനകളാണ് കേട്ടോ. ഒരു ആന്റലോപ്പിനെ പേടിച്ച് ഹൈന ഓടുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. 3 ഹൈനകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂളായിട്ട് ഹണ്ട് ചെയ്യുന്നതാണ് ഞാൻ ഓർത്തെ. ഇതാണ് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാഴ്ചകളാണ് കാണുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുക.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹൈനകളെയൊന്നും മൈൻഡ് ചെയ്യാതെ വാട്ടർ ബഗ് കൂളായി നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങി. പക്ഷെ ഹൈന ഉപേക്ഷിച്ചിട്ടുമില്ല, അവസരം കിട്ടുമെന്ന് നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ച് ധൈര്യം സംഭരിച്ച് വാട്ടർ ബക്കിന്റെ അടുത്തേക്ക് വരും. അവനൊന്ന് തല പൊക്കി നോക്കുമ്പോൾ പിന്നെയും ഓടും. ശരിക്ക് ഈ വാട്ടർ ബഗ് അത്ര ശക്തിമാനൊന്നും അല്ല കേട്ടോ. ഏകദേശം നമ്മുടെ മ്ലാവിന്റെ ഒക്കെ സൈസുള്ള, കാണാനും അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ആന്റലോപ്പാണ് വാട്ടർ ബഗ്. എന്തായാലും ഹൈനകളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. നമുക്ക് സിംഹത്തെ തന്നെ ഒന്ന് നോക്കാം. അവര് വെള്ളവും കുടിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ശരിക്ക് ഈ സിംഹങ്ങൾ പാം ട്രീ പ്രൈഡിൽ പെട്ടവരാണ്. അതായത് ഇവിടുന്ന് കുറച്ച് മാറിയ ഒരു ഏരിയയിൽ ഒരുപാട് പാം ട്രീസ് ഉള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ടെറിട്ടറി ആക്കി വെച്ച ഒരു കൂട്ടം സിംഹങ്ങളാണ് പാം ട്രീ പ്രൈഡ്. അപ്പോൾ ഇവരെന്തായാലും ആ ഏരിയയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇന്നലെയോ മറ്റോ കൊന്ന ഒരു വീൽ ബീസ്റ്റിന്റെ തല ഒരു കുട്ടി വലിച്ചുകൊണ്ട് പോണതും കാണാം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലയൺ ഫാമിലി നമ്മുടെ നേരെ നടന്നു വരികയാണ്. ഈ പ്രൈഡിൽ മെയിനായിട്ട് 3 ഫീമെയിൽസും സബ് അഡൽട്ട് ആയിട്ടുള്ള കുറച്ച് സിംഹങ്ങളും പിന്നെ ഈ 4 കപ്സും ആണ് ഉള്ളത്. പിന്നെ 2 മെയിൽ ലയൺസും. ഈ പ്രൈഡിലെ ബാക്കിയുള്ളവരൊക്കെ വേറെ ഏതോ സ്ഥലത്താണ്. അതുകൊണ്ട് ഇവരും അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഹൈനകളുടെ സൗണ്ടും കേൾക്കാട്ടോ. ഈ പ്രൈഡിനെ റൂൾ ചെയ്യുന്നത് 2 ആൺസിംഹങ്ങളാണ്. മൊഹാക്ക് മെയിൽ എന്ന ലയണും അതിന്റെ സഹോദരനും. പക്ഷെ അത്ര ലുക്കുള്ള സിംഹമൊന്നുമല്ല ആ 2 മെയിൽസും. അതില് മൊഹാക്കിന്റെ മക്കളാണ് ഈ 4 കപ്സും. ഓ, 4 മക്കളും അമ്മയും കൂടെ കൂടിയ സിംഹക്കൂട്ടം ഇങ്ങനെ നിരന്ന് നടന്നു വരുന്ന കാണാൻ തന്നെ എന്താ ഒരു ഭംഗി. എന്തായാലും ഹൈനകൾ ഇവരുടെ അടുത്തേക്ക് വരാത്തോണ്ട് തന്നെ ഈ ഫീമെയിൽ അത്ര ധൈര്യശാലിയാണ് എന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഈ ഫീമെയിലിന് ചെറിയൊരു ചട്ടലുണ്ട് ഫ്രണ്ടിലത്തെ കാലിന്. ചിലപ്പോൾ ഹണ്ടിങ്ങിനിടയെ പറ്റിയ വല്ല അപകടമായിരിക്കും. ഈ സിംഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ദൂരെയായിരുന്നു. ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവർക്ക് നടക്കാൻ വഴിയൊന്നുമില്ല. എന്നാൽ സിംഹങ്ങൾ ഏകദേശം എങ്ങോട്ട് നടക്കാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് വണ്ടി പാർക്ക് ചെയ്ത് തരുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യം. ഇത് കണ്ടോ, നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ തന്നെയാണ് സിംഹങ്ങൾ നടന്നു വരുന്നത്. അങ്ങനെ അവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. അപ്പോൾ ഇനി ഈ അംബോസിലിയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. കെനിയയിൽ ഒരറ്റത്തായിട്ട്, അതായത് ടാൻസാനിയ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് അംബോസിലി. അതിനേക്കാൾ പ്രധാനം ഈ ഏരിയയിലെ ഒരു തണുത്തുറഞ്ഞ അഗ്നിപർവ്വതമായിട്ടുള്ള കിളിമഞ്ചാരോ ആണ്. ശരിക്കും ടാൻസാനിയയിലാണ് കിളിമഞ്ചാരോ ഉള്ളതെങ്കിലും ഈ കെനിയയിലെ അംബോസിലിയിൽ നിന്നാലും ആ മഞ്ഞുമല കാണാൻ പറ്റാറുണ്ട്. പിന്നെ അനിമൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മസായിമാരയിലുള്ള അത്രയും മൃഗങ്ങളെ ഇവിടെ കാണാൻ പറ്റാറില്ലെങ്കിലും സിംഹവും ചീറ്റയും ലെപ്പേർഡും ഒക്കെ അടക്കം ഒരുപാട് അനിമൽസ് ഇവിടെയുണ്ട്. ആ സിംഹങ്ങൾ അങ്ങനെ കാടിനകത്തേക്ക് കയറി പോയപ്പോൾ അവർ മിക്കവാറും ഈ പ്രൈഡിലെ ബാക്കിയുള്ളവരുണ്ടാവാൻ സാധ്യതയുള്ള വേറൊരു ഏരിയയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മുടെ ഗൈഡ് വണ്ടി അങ്ങോട്ട് വിട്ടു. പോകുന്ന വഴിക്ക് ദേ ഒരു കുറുക്കൻ നടന്നു പോണ കണ്ടു. ബാറ്റിയേഡ് ഫോക്സ് എന്ന ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഒരിനം കുറുക്കൻ. അതിന്റെ ഈ ചെവി വവ്വാലിന്റെ ചെവി പോലെ ആയതുകൊണ്ടാണ് ഈ പേര് വന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ കുറുക്കൻ. മറ്റ് സാധാരണ കുറുക്കന്മാരെയൊക്കെ പോലെ തന്നെ മണ്ണിലും ആളങ്ങൾ ഉണ്ടാക്കി കുടുംബമായിട്ടാണ് ഈ വവ്വാൽ ചെവിയൻ കുറുക്കനും ജീവിക്കുക. നല്ല തിക്കായിട്ടുള്ള വാലും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വണ്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഓടി വന്ന് അതിനെ മാളത്തിലേക്ക് കയറി. അവിടെ വേറൊരു കുറുക്കനും കൂടി ഇരിക്കുന്നുണ്ട്. നമുക്കിനി ആ സിംഹങ്ങളെ നോക്കി ആ പാം ട്രീ ഉള്ള ഏരിയയിലേക്ക് ഒന്ന് പോവാം. അവിടെ എത്തിയപ്പോൾ ഈ പാം ട്രീകളുടെ ഇടയിൽ ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. കുറേ പനകൾ നിറഞ്ഞ ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ സിംഹങ്ങളെ പാം ട്രീ പ്രൈഡ് എന്ന് വിളിക്കുന്നത്. എന്തായാലും ആനക്കൂട്ടം സ്വൈര്യമായിട്ട് നിന്ന് പുല്ല് തന്നെയാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ദേ വരുന്നു സിംഹക്കുട്ടികൾ. ഇവർ തീരെ ചെറിയ കുട്ടികളല്ല കേട്ടോ, ഒരു 5-6 മാസമൊക്കെ പ്രായമുണ്ട് ഈ സിംഹക്കുട്ടികൾക്ക്. എല്ലാവരും ആവശ്യത്തിന് കഴിച്ച് വയറ് നിറച്ചിട്ടാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ അംബോസലി ഒരു യുനെസ്കോ സൈറ്റും കൂടിയാണ് കേട്ടോ. 1991 യുനെസ്കോ സൈറ്റായി ഡിക്ലെയർ ചെയ്തത്. ഇനി ഇവിടുത്തെ സഫാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മസായിമാരയിലെ പോലെ ഓഫ് റോഡ് സഫാരി അലൗഡ് അല്ല. അതായത് വഴിയിലൂടെ മാത്രമാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ പോലെയൊക്കെ വണ്ടി ഒതുക്കി നല്ല ആംഗിളിൽ നിർത്തി തരാനൊന്നും ചിലപ്പോൾ ഇവിടെ പറ്റില്ല. മസായിമാരെക്കാളും സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ റൂൾസൊക്കെ. നമുക്ക് സിംഹത്തെ മാത്രം നോക്കിയിരുന്നാൽ പോരല്ലോ എന്നുള്ളതുകൊണ്ട് അവിടുന്ന് വണ്ടിയെടുത്ത് അടുത്ത സ്ഥലം നോക്കി പോകുന്ന വഴിക്ക് കുറച്ച് ഒട്ടകപ്പക്ഷികൾ നിന്ന് വെള്ളം കുടിക്കുന്നു. കഴുത്തിന് ഇത്ര നീളമുള്ളവരായതുകൊണ്ട് കുനിഞ്ഞു നിന്ന് വെള്ളം വലിച്ചു കുടിക്കാൻ ഇവർക്ക് പറ്റില്ല. വായിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് പിന്നെ തല പൊക്കി പിടിച്ചിട്ട് വെള്ളം ഇറക്കുകയാണ് ചെയ്യുക. ഇത് പെണ്ണൊട്ടകപ്പക്ഷികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. അതാണ് എല്ലാവർക്കും ഗ്രേ കളർ. ആണിന് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. എന്നാലും ഇത്രയും ഒട്ടകപ്പക്ഷികൾ ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. 12 എണ്ണത്തിൻ്റെ മറ്റോ കൂട്ടമായിരുന്നു അത്. നമ്മൾ അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ മസായിമാരയിലെ ഗൈഡ് തന്നെയായിട്ടുള്ള ഡേവിഡ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഗൈഡ് ബെൻസണും സൈഡിലിരിക്കുന്നുണ്ട്. 2 ദിവസം അംബോസലിയും പിന്നെ 3 ദിവസം മസായിമാരെയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു ഇത്. നമ്മൾ കുറച്ച് ദൂരം വന്നിട്ട് ഒരു മരച്ചുവട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഈ ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് എന്നുള്ള പാക്കേജിൽ നമ്മുടെ കൂടെ വന്നവരെ ഒന്ന് പരിചയപ്പെടാം. സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന പോലെ എറണാകുളത്ത് നിന്ന് ലിൻസ്, പിന്നെ US മനോജ് മേനോൻ, മണ്ണാർക്കാട് നിന്നുള്ള മൻസൂർ അലി, പിന്നെ ഇത് ദുബായിൽ നിന്നുള്ള നാസീം, പിന്നെ നമ്മുടെ കൂടെ സാധാരണ ഉണ്ടാവാറുള്ള ഗൈഡ് ഡേവിഡ്, ഇവിടുത്തെ ഗൈഡ് ബെൻസൺ, പിന്നെ നമ്മുടെ കൂടെ എറണാകുളത്ത് നിന്ന് വന്ന ബെൻസണും. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചും സോസേജും ബോയിൽഡ് എഗും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് ഉള്ളത്. അതൊക്കെ റിസോർട്ടിൽ നിന്ന് തന്നെ തന്നുവിടും. നമ്മൾ അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൈഡിലൂടെ ഒരു ജിറാഫ് നടന്നു പോണു. ഒരു കുട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വണ്ടി എടുത്ത് പോയപ്പോൾ പെട്ടെന്നൊരു സെർവൽ ക്യാറ്റ് ഓടിപ്പോയി കുറ്റിക്കാട്ടിലേക്ക് കയറി. എന്തോ എലിയോ അങ്ങനെ എന്തോ ചെറിയൊരു ജീവിയെ ഓടിച്ചോണ്ട് വന്നതാണെന്ന് തോന്നുന്നു. ആ കുറ്റിക്കാടിന്റെ ചുറ്റും തന്നെ സെർവൽ ക്യാറ്റ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതെ, ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ നിന്ന് ഒരു എലിയെ തൂക്കി എടുത്തോട്ട് വരുന്നു. നല്ല ഉയരത്തിൽ ചാടാനും അതുപോലെ അത്യാവശ്യം സ്പീഡിൽ ഓടാനും ഒക്കെ കഴിവുള്ളൊരു ജീവിയാണ് ഈ സെർവൽ പൂച്ച. അവിടെ അതിൻ്റെ പുറകിലിരുന്ന് തിന്ന് അത് നടന്നു പോകണു. ചീറ്റപ്പുലിയെ പോലെ പുള്ളികളൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു പൂച്ചയാണ് ഈ സെർവൽ ക്യാറ്റ്. അവിടെ അടുത്തൊരു മരത്തിൽ 2 ആഫ്രിക്കൻ ഫിഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ആൾക്കാരോ വണ്ടികളെയൊക്കെ കണ്ടാൽ പറന്നു പോകാറുള്ള ഇവര് ഇപ്പോൾ റെസ്റ്റ് എടുക്കാറുള്ള മൂഡിലാണെന്ന് തോന്നുന്നു. ഈ ഏരിയയിൽ ഫിഷികൾ വരാൻ കാരണം ഇവിടെ പല സ്ഥലത്തും ചതുപ്പും വെള്ളവും പച്ചപ്പും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഇവിടെ 2 ഗ്രേ ക്രൗൺ ക്രെയിനും ബാക്കിൽ ഒരു ആനയും നിൽക്കുന്നുണ്ട്. ആനയുടെ മുകളിലും ഒരു കാറ്റിലിഗ്രറ്റ് എന്ന കൊറ്റി നിൽക്കുന്നുണ്ട്. ഈ ഗ്രേ ക്രൗൺ ക്രെയിൻ ആണ് ക്രെയിൻ വിഭാഗത്തിൽ ആഫ്രിക്കയിലുള്ളതിലെ ഏറ്റവും വലിയ പക്ഷി. കുറച്ചപ്പുറത്ത് വിൽബീസ്റ്റും സീബ്രയൊക്കെ പുല്ല് കഴിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ അംബോസലിയിലെ ലാൻഡ്സ്കേപ്പിന്റെ ഒരു പ്രത്യേകത തന്നെ ഒരു സൈഡ് ഇതുപോലെ പച്ചപ്പാണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറിയാൽ പിന്നെ മരുഭൂമി പോലെ ഉണങ്ങിയ സ്ഥലമാവും. അങ്ങനെ മൊത്തം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. ഈ വിൽബീസ്റ്റ് മേഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് തന്നെ ക്രൗൺ ക്രെയിൻ നിൽക്കുന്നുണ്ട്. കിരീടമൊക്കെയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഈ പക്ഷി IUCNന്റെ ഓറഞ്ച് ലിസ്റ്റിലുള്ള വംശനാശ ഭീഷണിയുള്ള ഒരു പക്ഷിയാണ്. ഗംഭീരൻ 4 തേറ്റയൊക്കെയുള്ള വാർത്തോഗ് എന്ന കാട്ടുപന്നി. ഇത് ശരിക്കും എല്ലാം തിന്നും കേട്ടോ. അതായത് മാനുകളെ പോലെ പുല്ലും തിന്നും, കിഴങ്ങ് വർഗ്ഗങ്ങളും മാംസം വരെ ഇവർ കിട്ടിയാൽ കഴിക്കും. ചീറ്റപ്പുലി പിടിച്ച ഒരു മാനിനെയൊക്കെ ഇവർ ആ പുലിയെ ഓടിച്ചു വിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
നമ്മൾ അവിടുന്ന് പോകുന്നപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയാണ് കണ്ടത്. മസായിമാരയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഈ കേപ്പ് ബഫല്ലോ. ഒരു ഘടാഘടിയനായ കാട്ടുപോത്ത്. നമ്മുടെ കാട്ടികളെ പോലെ അത്ര മസിൽ പെരുപ്പൊന്നും ഇവരുടെ ബോഡിയിൽ കാണാൻ പറ്റില്ലെങ്കിലും നല്ല കൊഴുത്തുരുണ്ടൊരു പോത്ത്. ഈ പോത്തുകളും ഇവിടുത്തെ മാനൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചെള്ള്. അതായത് ഇവരുടെ ചെവിയിലും കണ്ണിന്റെ സൈഡിലും മൂക്കിലും ഒക്കെ വന്നിരുന്ന് കടിച്ച് ചോര കുടിക്കും. അവർക്ക് അതിനെയൊന്നും പറിച്ചു കളയാനും പറ്റില്ലെങ്കിലും അതിന് സഹായിക്കാൻ ഓക്സ്പെക്കേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ കിളികളുടെ പ്രധാന ഭക്ഷണം തന്നെ ഇങ്ങനെ പോത്തിന്റെയും ജിറാഫിന്റെയും ഒക്കെ മേത്ത് വന്നിരിക്കുന്ന ചെള്ളും മൂട്ടയൊക്കെ പിടിച്ച് തിന്നുന്നതാണ്. ചില സമയത്ത് പോത്തിനത് ചിലപ്പോൾ ഡിസ്റ്റർബൻസും ആവാറുണ്ടെന്ന് തോന്നുന്നു. പോത്തുകൾ നിൽക്കുന്നതിന്റെ സൈഡിൽ വെള്ളത്തിൽ കുറെ യുറേഷ്യൻ കൂട്ട്സ് നീന്തുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് കളർ ബോഡിയും വെള്ള കൊക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവരെ കാണാൻ. ഇവരുടെ പുറകിൽ കുറച്ച് ഫ്ലെമിംഗോസും ഉണ്ട്. ഒരു ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ, നല്ല ഭംഗിയുള്ള ഒരു വലിയ പക്ഷി. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് വാട്ടർ ബേർഡിനെയും ഇവിടെ ഈ അംബോസലയിൽ വന്നാൽ കാണാട്ടോ. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. മസായിമാരെ പോയാൽ നമുക്ക് ഒരുപാട് അനിമൽസിനെ കാണാമെങ്കിലും ബേർഡ്സിനെ കാണാൻ പറ്റുന്ന കുറവായിരിക്കും. പെലിക്കൺ, മീനോ ഞണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നീന്തുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ഫോട്ടോ എടുത്താലും ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ എവിടെയെങ്കിലും കുറച്ച് ആനകളെ കാണാം. അത്രയ്ക്കുണ്ട് ഈ അംബോസലിയിലെ ആനകളുടെ എണ്ണം. ഇതിപ്പോൾ ഒരു 10-12 എണ്ണത്തിന്റെ കൂട്ടമാണ് നടന്നു വരുന്നത്. ഈ അംബോസലി 392 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു നാഷണൽ പാർക്കാണ്. എന്നാൽ അതിലൊരു 20% സ്ഥലത്ത് മാത്രമാണ് ടൂറിസം ഉള്ളൂ. പിന്നെ ഈ അംബോസലി ഏരിയയിൽ താമസിക്കുന്നവര് മസായി ട്രൈബിൽ പെട്ടവർ തന്നെയാണ്. ഇനി ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പറയുകയാണെങ്കിൽ നൈറോബിന്ന് ഒരു 5-6 മണിക്കൂർ പിടിക്കും റോഡ് മാർഗം അംബോസലിയിൽ എത്തണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉള്ളതുകൊണ്ട് ചെറിയ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വരാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇവിടുന്ന് മസായിമാരെ പോവുകയാണെങ്കിൽ തിരിച്ച് 5 മണിക്കൂറോളം യാത്ര ചെയ്ത് നൈറോബിയിലെത്തി അവിടെ സ്റ്റേ ചെയ്ത് വീണ്ടും അവിടുന്ന് ഒരു 6 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് മസായിമാരെ എത്തുള്ളൂ. അപ്പോൾ യാത്രയ്ക്ക് തന്നെ നമ്മുടെ ഒരു 2 ദിവസത്തോളം പോകും. ഒരു കൂട്ടം ഫ്ലെമിംഗോസ് ഉണ്ട് ഇവിടെ. എല്ലാം നല്ല വെള്ളയും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറിലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഭംഗി കൊണ്ട് തന്നെ രാജഹംസം എന്നാണ് ഇവരുടെ മലയാളത്തിലുള്ള പേര്. അരയന്നക്കൊക്ക് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ ഇവരെ കാണാൻ അത്ര എളുപ്പമല്ല കേട്ടോ. എന്നാൽ തൃശ്ശൂർ കോൾപ്പാടത്തടക്കം ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ചെണ്ണം ദേശാടനം ചെയ്ത് വരാറുണ്ടെങ്കിലും അത്ര വലിയ കൂട്ടങ്ങളെയൊന്നും കാണാൻ പറ്റാറില്ല. അവിടെ ഒരു മാഷ് ഹാരിയർ എന്ന കരിതപ്പിക്കിളി ഏതോ ഒരു പക്ഷിയെ പിടിച്ച് തിന്നുന്നു. പ്രാപ്പിഡിയന്റെ ഇനത്തിൽപ്പെട്ട ഈ ഹാരിയർ ദേശാടനം ചെയ്ത് കേരളത്തിലും എത്താറുണ്ട്. മിക്കവാറും വെള്ളവും ചതുപ്പും ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരുണ്ടാവുക. നമുക്കെന്തായാലും തിരിച്ച് സ്റ്റേയിൽ പോവാം. ഇവിടെ 4 മണിക്കൂറാണ് ഒരു സഫാരി. 6 മണി മുതൽ 10 മണി വരെ, പിന്നെ വൈകുന്നേരം 3 മണി മുതൽ ഒരു 6:30 വരെയൊക്കെ. അപ്പോൾ സ്റ്റേയിലെത്തി ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത സഫാരിക്ക് റെഡിയായി. ഇതാണ് നമ്മുടെ വണ്ടി. രാവിലത്തെ സഫാരിയിൽ നമുക്ക് വലിയ കൊമ്പുള്ള സൂപ്പർ ടസ്കേഴ്സിനെ ഒന്നും കിട്ടിയില്ലല്ലോ. സോ ഉച്ചയ്ക്ക് ശേഷം അതിനെ നോക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ ഈ നാഷണൽ പാർക്കിൽ മൊത്തം എത്ര സൂപ്പർ ടസ്കേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ So now we have about 5 to 6 of them after losing the famous one, Craig. We have TJ, we have Michael, we have Esau, we have Pascal, okay, we have Leroy. Oh, yeah. How many are those? 5. Yeah, okay. So those are the and we have Wickstrom. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ് ബെൻസൺ. ഇവിടെ സൂപ്പർ ടസ്കേഴ്സ് എന്ന് പറയാൻ ഇപ്പോൾ 6 ആനകളാണുള്ളത്. പക്ഷെ പലപ്പോഴും ഇവര് സഫാരി സോണിന്റെ പുറത്തൊക്കെ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് കാണാൻ അത്ര എളുപ്പമല്ല അത്ര. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റേ ഉള്ളൂ സഫാരി ഗേറ്റിലേക്ക്. ഈ കിമാന ഗേറ്റ് വഴിയാണ് നമ്മൾ നാഷണൽ പാർക്കിലേക്ക് സഫാരിക്ക് കയറുന്നത്.
അങ്ങനെ ഉച്ച കഴിഞ്ഞ് സഫാരിക്ക് കയറിയപ്പോൾ കുറുനരിയാണ് ആദ്യം. ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ എന്ന ആഫ്രിക്കയിൽ മാത്രം കാണുന്ന കുറുനരിയാണിത്. പോണ വഴിക്ക് എവിടുന്ന് ഒരു എല്ലിൻ കഷ്ണം കടിച്ചെടുത്തുകൊണ്ടാണ് അത് ഓടുന്നത്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഓടുന്ന കണ്ടാൽ നമ്മളെന്തോ അതിൻ്റെ എല്ലിൻ കഷ്ണം പിടിച്ചു പറിക്കാൻ പോണ പോലെയാണ്. പിന്നെ വഴിയുടെ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു കൊമ്പനെയാണ്. ഒരു വെള്ളത്തിൽ നിന്ന് കയറി വന്നതിൻ്റെ നനവും ചെളിയൊക്കെ ഉണ്ട് പുള്ളിയുടെ ദേഹത്ത്. ആനപ്പുറത്ത് പാപ്പാനിരിക്കുന്ന പോലെ ഒരു കൊറ്റിയും ഇരിക്കുന്നുണ്ട് ആനയുടെ മുകളിൽ. ഇവൻ്റെ ആ തലയെടുപ്പും നടത്തവും ഒക്കെ നോക്ക്. നല്ല ഒത്ത തടിയും കൊമ്പും ഒക്കെയുള്ള ഒരു ആന. പക്ഷെ ആനപ്പുറത്ത് കൊറ്റി വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ കുലുക്കി പറത്തി കളഞ്ഞു. ഈ കൊക്കും ആനയും തമ്മിൽ പണ്ട് മുതലേ ഇങ്ങനെയാണ്. കേരളത്തിലെ ആനകളായാലും അതെ. ആന കൊറ്റികളെ കണ്ട ഓടിക്കുകയും ചെയ്യും. കൊറ്റികളാണെങ്കിൽ എപ്പോഴും ആനയുടെ കൂടെ ഉണ്ടാവും. ഈ ആനയ്ക്ക് വെള്ള കളർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ കളറ് കാരണമാണ് ആന കൊറ്റിയെ ഇങ്ങനെ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ടിലൂടെ ട്രക്കിംഗ് ഒക്കെ പോകുമ്പോൾ വെള്ള കളർ ഡ്രസ്സ് ഒരിക്കലും ഇടരുതെന്നും പറയാറുണ്ട്. ആന പോയപ്പോൾ പിന്നെ കണ്ടത് സെർവൽ ക്യാറ്റിനെയാണ്. രാവിലെ കണ്ടത് തന്നെയാണോ ഇത് അതോ വേറെ ആണോ എന്നറിയില്ല. പക്ഷെ വാല് കുറച്ചും കൂടി ചെറുതായ പോലെയുണ്ട്. ഇതാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും എവിടെയും അടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ നടത്തം തന്നെയായിരിക്കും. അതങ്ങ് റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോൾ പിന്നെ കണ്ടത് ഒരു ഗംഭീര കാഴ്ചയായിരുന്നു. ഒരു വലിയ ആനക്കൂട്ടം നമ്മുടെ നേരെ ഇങ്ങനെ നടന്നു വരുന്നു. മിനിമം ഒരു 40 ആനകളെങ്കിലും ഉണ്ടാവും. ഇതെനിക്ക് കംപ്ലീറ്റ്ലി പുതിയൊരു അനുഭവമാണ് കേട്ടോ. ആനക്കൂട്ടം വരി വരിയായിട്ടൊക്കെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എല്ലാം കൂടെ നിരന്ന് നിന്നിങ്ങനെ വരുന്ന കാണുന്നത്. ഒരു പൂരത്തിനൊക്കെ ഇങ്ങനെ ആനകൾ നിൽക്കുന്ന പോലെ. ആയിരത്തി 1800 മുതൽ 2000 വരെ ആനകൾ ഈ അംബോസലി നാഷണൽ പാർക്കിൽ ഉണ്ടാവുന്നതാണ് 2024 കണക്ക്. 100 എണ്ണം വരെയുള്ള വലിയ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നത് ഇവിടുന്ന് കാണാൻ പറ്റാറുണ്ട് ഇത്ര. പിന്നെ ആനയുടെ സ്പീഡ് അറിയാലോ. കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോഴത്തേക്കും അവരടുത്തെത്തിയിട്ടുണ്ടാവും. നമ്മുടെ വണ്ടിയുടെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് ആനകൾ അപ്പുറത്തേക്ക് പോയി. ഇവിടെ വണ്ടികളുടെ എണ്ണം പറയുകയാണെങ്കിൽ മസായിമാരയിലുള്ള പോലെ ഒരുപാട് വണ്ടികളൊന്നും ഇവിടെ ഇല്ല. എന്നാൽ തീരെ ഇല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നല്ല ആംഗിളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് തരാനൊന്നും പറ്റില്ല. ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല ആംഗിൾ കിട്ടിയാൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതേ ഒരു ഹൈന നടന്നു വരുന്നു. ഒന്നെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഗർഭിണിയാവാനും സാധ്യതയുണ്ട്. എന്നാലും രാവിലെ ഇവര് 3 ആള് ഉണ്ടായിട്ട് പോലും ഒരു മാനിനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ ഡ്രൈ ലാൻഡിന്റെ അവിടുന്ന് നമ്മൾ വീണ്ടും വെറ്റ്ലാൻഡ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ ഒരു ഹിപ്പോ കരയിലൂടെ നടക്കുന്നുണ്ട്. പകല് വെയിലിന്റെ ചൂട് താങ്ങാൻ പറ്റാതെ വെള്ളത്തിലിറങ്ങി കിടക്കുകയാണ് സാധാരണ ഹിപ്പോപ്പൊട്ടാമസ് ചെയ്യുക. എന്നിട്ട് രാത്രി പുറത്തിറങ്ങി പുല്ല് തിന്നും. ഇതാണ് ബൊഹാർ റീഡ് ബക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ആൻറ്റലോപ്പാണിത്. ഇങ്ങനെ ചതുപ്പോ കുറ്റിച്ചെടികളോ ചൂരലൊക്കെ പോലെയുള്ള റീഡ് ഏരിയയിലാണ് ഇവരെ കാണാൻ പറ്റുക എന്നുള്ളതുകൊണ്ടാണ് റീഡ് ബക്ക് എന്നുള്ള പേര് വന്നത്. പിന്നെ ഇവിടുത്തെ സഫാരി വണ്ടിയിലും വയർലെസ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രധാന സൈറ്റിംഗ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഡ്രൈവർമാരെയൊക്കെ എല്ലാവരും വിളിച്ചറിയിക്കും. വലിയ കൊമ്പുള്ള സൂപ്പർ ടസ്കേഴ്സ് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വയർലെസ് വഴി പലരോടും ചോദിച്ചെങ്കിലും ആ 6 ആനകളെയും സഫാരി ഏരിയയിൽ എവിടെയും ആരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സൂപ്പർ ടസ്കേഴ്സിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ബാക്കി കൊമ്പന്മാരെയൊക്കെ ഇഷ്ടം പോലെ കണ്ടു. വീണ്ടും കുറേ ദൂരെ ഉറുമ്പുകൾ ലൈനായിട്ട് നടന്നു പോകുന്ന പോലെ ഒരു ആനക്കൂട്ടം. അവര് എന്തോ ഒരു ഡെസ്റ്റിനേഷൻ ടാർഗറ്റ് ചെയ്ത പോലെ വിട്ടടിച്ച് ഒരേ സ്ഥലത്തേക്ക് പോണ കാണാം. ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിന്ന് പുല്ല് തിന്നുന്ന സ്വഭാവമേ ഇല്ല കേട്ടോ. നേരെ ഒരൊറ്റ പോക്കാണ്. ആനകൾ അവിടെ കുറച്ച് ദൂരെയാണെങ്കിലും അത്ര ദൂരെ അല്ലാതെ ഇവിടെ കുറച്ച് ഒട്ടകപക്ഷികൾ നിൽക്കുന്നുണ്ട്. ഫീമെയിലും മെയിലും ഒക്കെയുള്ള ഒരു കൂട്ടമാണിത്. കണ്ടിട്ട് എല്ലാം അഡൽട്ട് ആണെന്ന് തോന്നുന്നു. ശരിക്കും ഇവരുടെ വലുപ്പം വീഡിയോയിൽ അറിയാൻ പറ്റുമെന്ന് സംശയമാണ്. നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. അല്ലെങ്കിൽ ഇതേ ഒരു വീൽ ബീസ്റ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കണ്ടോ, ആ വീൽ ബീസ്റ്റിനേക്കാൾ സൈസ് ഉണ്ട് ഓസ്ട്രിച്ച് എന്ന ഒട്ടകപക്ഷിക്ക്.
ഇതേ ഒരു കൂട്ടം സീബ്ര നടന്നു വരുന്നു. മണ്ണിൽ കിടന്ന് ഉരുണ്ട ഒരു കുട്ടിയുണ്ട് കൂടെ. ഈ പച്ചപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്രകൾ ഇങ്ങനെ പോണത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇവിടെയാണെങ്കിൽ ഒരു വീൽ ബീസ്റ്റ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. നമ്മുടെ മസായിമാരയിൽ കാണുന്നതിനേക്കാൾ ഇവിടുത്തെ വീൽ ബീസ്റ്റിന് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡാണ്. അത് ഇവിടുത്തെ മണ്ണിന്റെയും പൊടിയുടെയൊക്കെ ആണെന്നാണ് ഗൈഡ് പറഞ്ഞത്. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒരു ആനക്കൂട്ടം. നേരത്തെ കണ്ടത് ഫുൾ പൊടിയൊക്കെ പറത്തിയ ഒരു വരവാണെങ്കിൽ ഇത് പച്ചപ്പ് നിറഞ്ഞ പുൽമേടിനകത്ത് കൂടിയാണ് എല്ലാ ആനകളും നടക്കുന്നത്. ശരിക്കും ഈ ആനക്കൂട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിളിമഞ്ചാരോ കാണാൻ പറ്റുന്ന പോലെ സ്കൈ നല്ല ക്ലിയർ ആയാൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ആഫ്രിക്കൻ ആനകളിൽ പിന്നെ പിടിയാനയ്ക്കും കൊമ്പുണ്ടാവും എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. പക്ഷെ മെയിലിനെ തിരിച്ചറിയാൻ ഒന്നാമത് ആണുങ്ങൾ കൂടുതലും ഒറ്റയ്ക്കാണ് ജീവിക്കുക. പിന്നെ നല്ല തലയെടുപ്പും സൈസും ഒക്കെ മെയിൽ എലിഫൻസിനായിരിക്കും. ഇതൊരു മെയിൽ എലിഫന്റ് ആണ്. നല്ല ദൂരെയാണ് അത് നിൽക്കുന്നത്. എങ്ങോട്ടോ പോയിട്ട് അത്യാവശ്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ആനകൾ പോണേ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അത്യാവശ്യം മാറി കൂളായി നടക്കാൻ തുടങ്ങി. കൂടെ ചെറിയ കുട്ടിയുണ്ടെങ്കിലും ഇവിടെ ഇവർക്ക് അത്ര പേടിക്കാനുള്ള ഒരു സ്ഥലമല്ല. പ്രത്യേകിച്ച് സഫാരി വണ്ടികളെയൊന്നും കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാറില്ല. ഈ ആനകളും അങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നതായതുകൊണ്ട് സിംഹങ്ങൾ ആനക്കുട്ടികളെ അറ്റാക്ക് ചെയ്യാനും വരാറില്ല. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു സിംഹം നടന്നു വരുന്നു. പെൺസിംഹങ്ങളെ മസായിമാരയിലൊക്കെ വലിയ കൂട്ടങ്ങളായിട്ട് കാണാറുണ്ടെങ്കിലും ഇവിടെ നമ്മളിപ്പോൾ സിംഗിളായിട്ടാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ മാർഷ് പ്രൈഡ് ഏരിയയിൽ പെട്ട സിംഹമാണ്. 2 കുട്ടികളുണ്ട് അത്ര ഈ സിംഹത്തിന്. അവരെ വിളിക്കുന്നതാണിത്. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഫ്രീക്വൻസിയാണിത്. ഞങ്ങൾ സൈലൻ്റായി കുറേ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഒട്ടും സൗണ്ട് നമുക്ക് കേൾക്കുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സിംഹം എണീറ്റ് നടക്കുകയാണ്. പേര് പോലെ തന്നെ ഇവിടെ ചതുപ്പ് സ്ഥലങ്ങൾ കൂടുതലുള്ള ഏരിയയിലാണ് ഈ മാർഷ് പ്രൈഡ് ജീവിക്കുന്നത്. ഇവിടെ മാത്രമല്ല മസായിമാരയിലും ഫേമസ് ആയിട്ടുള്ള ഒരു മാർഷ് പ്രൈഡ് ഉണ്ട് കേട്ടോ. അത് വലിയ ഒരുപാട് സിംഹങ്ങളുള്ള കൂട്ടമാണ്. പക്ഷെ ഇവിടുത്തെ മാർഷ് പ്രൈഡിൽ ആകെ 3-4 ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. ഈ സിംഹം പോയിരുന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചതുപ്പും ചെടികളൊക്കെ ഉള്ള ഏരിയയിൽ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ചെവിയൊക്കെ വിരിച്ചു പിടിച്ച് ഫുൾ കോൺസെൻട്രേഷനിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ദൂരെയുള്ളതൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കേൾവിയും മണം പിടിക്കലും ഒക്കെയാണ് ഇവർക്ക് ഓരോന്ന് തിരിച്ചറിയാനുള്ള പ്രധാന വഴി. ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ പൊക്കി പിടിച്ചാണ് മണം പിടിക്കുക. അപ്പോൾ സഫാരി സമയം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ റെഡിയായി. 6:30 മുമ്പ് തന്നെ ഗേറ്റ് കടക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആണ് അത്ര ഇവിടെ. അപ്പോൾ ആനകളുടെ ഈ അംബോസലി സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഫോറസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.